നമസ്കാരം. ക്വാളിറ്റി ലിനൻ നമ്മുടെ വീഡിയോ 30-ാം തീയതിയാണ് നമ്മളുടെ നറുക്കെടുപ്പ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുകയും ഒരു കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നാണ് നറുക്കെടുപ്പ്. 10 ആളുകളെ കണ്ടെത്തി 5 പേർക്ക് ഷർട്ട് പീസും 5 പേർക്ക് മുണ്ടും. വലിയ സമ്മാനം അല്ലെങ്കിലും നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മളതിങ്ങനെ റെഗുലറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ട്. അതിന് നിങ്ങളോട് ചെയ്യുന്ന എൻ്റെ ഒരു സന്തോഷം. നമ്മളുടെ അടുത്ത് 60-60 ലീ മാത്രമല്ല കേട്ടോ. ചിലർക്ക് അങ്ങനെ തോന്നലുണ്ട് നമ്മുടെ അടുത്ത് 60 ലീ മാത്രമേ ഉള്ളൂ. 60 ലീ, 70 ലീ, 80 ലീ, 100 ലീ എല്ലാ ഐറ്റവും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതുണ്ട 60 ലീയിൽ 850 രൂപ ഒരു മീറ്ററിന്. ഒരുപാട് കളക്ഷനുണ്ട് നമ്മുടെ അടുത്ത്. ഉള്ളത് ഗുണം നമ്മൾ ഒരു 3-4 ഐറ്റം വെച്ചിട്ടല്ല കച്ചവടം ചെയ്യുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ അടുത്ത്. വേണ്ട അത് ഡിസൈനായിട്ടും പ്ലെയിനായിട്ടും ഇതൊക്കെ 60 ലീ ആണ്, 850 രൂപ. അതുപോലെ തന്നെ 70 ലീ. 70 ലീയിൽ നല്ല കളക്ഷനുണ്ട്. വീഡിയോയിൽ എല്ലാ ഐറ്റവും കാണിക്കുക എന്നുള്ളത് 1090 രൂപ 70 ലീ. ഇതൊക്കെ പുറത്തെ വിലകൾ നിങ്ങൾ വെറുതെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശയകരമായ ഒരു വിലക്കുറവ് നമുക്കതുമൂലം ഉണ്ടാവും. നമ്മളതനുസരിച്ചാണ് വിൽക്കുന്നത്. 70 ലീ 1090 രൂപ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഒരു 3 ഐറ്റം കാണിക്കണമെന്നുള്ളൂ. മറ്റേ മോനെ എന്താ 70 ലീ ആണ്, 1090 രൂപ. ഈ ലീ എന്ന് പറയുന്നത് ചിലർക്കും അതറിയില്ല. ഈ നൂലിൻ്റെ കൗണ്ടിനെയാണ് നമ്മൾ ലീ എന്ന് പറയുന്നത്. നൂലിൻ്റെ കൗണ്ട് കൂടുന്തോറും ലീ കൂടും. അപ്പോൾ 70 ഒരു സ്ക്വയർ സെൻറ്റിമീറ്റർ എടുത്താലേ 70 നൂല് ഇങ്ങനെയും വട്ടവും നീളവും, അതിനെയാണ് നമ്മൾ ലീ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ എന്താ ലീ എന്ന് ചോദിച്ചു വരും, പിന്നെ അതിന് മറുപടി. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്നവർക്ക് അറിയാം. ഇത് 80 ലീ 1250 രൂപ. ലീ കൂടുന്തോറും തുണി നല്ല സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. വേണ്ട 1250 രൂപ 80 ലീ. ഇതുണ്ട എന്താ നല്ല ക്വാളിറ്റി ഐറ്റം. ഇതൊക്കെ പുറത്ത് മാർക്കറ്റിൽ വലിയ വീഡിയോ ഒക്കെ ചെയ്യുന്ന കുറേ എന്താ പറയണ കുറേ ക്യാമറയൊക്കെ വെച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഭയങ്കര ഹൈ റേഞ്ചിൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഒടുക്കത്തെ കത്തിയാണ്. നമ്മുടെ അടുത്ത് 1250 രൂപക്ക് 80 ലീ നമ്മൾ വിൽക്കണം. വലിച്ചു വാരിയിട്ട് വിൽക്കല്ലേ. ഇതിപ്പോൾ വരിക തീരുക, ചെറിയ പ്രോഫിറ്റ്. ഇതാണ് നമ്മളുടെ ഉദ്ദേശമുള്ളൂ. നമുക്ക് വലിയ കൂടുതൽ എക്സ്പെൻസ് ഒന്നും ഇല്ലെന്നേ. അതുപോലെ തന്നെ 100 ലീ ലിനൻ ക്ലബ്ബ് ആയിരിക്കുള്ളൂ. ഇത് എത്ര മണി? 1630 രൂപ 100 ലീ ലിനൻ ക്ലബ്ബ് വേണം. വേണ്ട അതിലും കളക്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഞാനൊരു സാമ്പിൾ കുറച്ച് ഐറ്റം കാണിക്കണമെന്നുള്ളൂ. വീഡിയോ നീണ്ടു പോകുമല്ലോ, ബോറടിക്കുന്നുണ്ടല്ലോ എന്ന് എഴുതിയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ 1630 അല്ല, നല്ല പ്യുവർ ബ്ലാക്ക് ലിനൻ ക്ലബിൻ്റെ 1500 രൂപ. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെയുള്ള ഐറ്റംസ് നമ്മുടെ അടുത്ത്. അതുപോലെ തന്നെ 790 രൂപ പ്രിൻ്റ് 60 ലീ. പ്രിൻ്റുകളുടെ ഒരു വലിയ ശേഖരം 60 ലീ ആണ്. 790 രൂപ, 1300 രൂപ. അങ്ങനെ വിവിധ ഐറ്റംസിലുള്ളത് ഒരുപാട് കളക്ഷൻ. ഒരു 400ഓളം കളക്ഷൻസുള്ള ഒരു സംഭവമാണ് നമ്മൾ ക്വാളിറ്റി ലിനൻ. ഇന്ന് വരെയും സർവീസിൽ 3 വർഷമായി. നമ്മുടെ സർവീസിലും അതുപോലെ തന്നെ നമ്മളുടെ ക്വാളിറ്റിയിലും നമ്മളുടെ മെസ്സേജുകൾ പരിശോധിച്ച് അറിയാം. നമ്മളുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾ പരിശോധിച്ചാൽ അറിയാം. ഇന്ന് വരെ ഈ നമ്മളെ ഐറ്റം മോശമാണെന്നോ അതല്ലെങ്കിൽ അതിനൊരു ഉത്തരവാദിത്വം ഇല്ല എന്നൊന്നും ആരും പറയാറില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് കച്ചവടക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. ഞാൻ അവരെ നശിപ്പിക്കുക എന്നുള്ളതല്ല, എനിക്ക് അരിമേടിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ കുറച്ച് ബാഡ് കമൻ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കസ്റ്റമേഴ്സ് തന്നെ അത് മറുപടി കൊടുത്ത് ഇന്നിപ്പോൾ ആ തരത്തിലേക്ക് വരാത്തൊരവസ്ഥയുണ്ട്. വാങ്ങുന്ന കസ്റ്റമർ ഹാപ്പിയാണ്. കൂടാതെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ലിനനാണ്. ലിനൻ ഉപയോഗിക്കുന്നതിനും ലിനൻ ട്രീറ്റ് ചെയ്യുന്നതിനൊക്കെ ചില പ്രത്യേകതകളുണ്ട് എന്ന് മിക്കവർക്കും അറിയാം. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, ഷാമ്പു. ഇപ്പം ഞാനൊക്കെ ഷാമ്പു വാഷാണ് ലിനൻ ചെയ്യാറ്. ഹാൻഡ് വാഷ് ഷാമ്പു വാഷാണ്. അതുപോലെ തന്നെ സ്റ്റാർച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ സ്റ്റാർച്ചുകളുണ്ട്,
ഇത് ലിനൻ്റെ സ്പെഷ്യലായിട്ടുള്ള സ്റ്റാർച്ച് ഉണ്ട്. ലിനൻ്റെ സ്പെഷ്യൽ സ്റ്റാർച്ചാണ്. നമ്മളിതാണ് മുക്കണത്. അതല്ലാതെ മാർക്കറ്റിൽ ലോക്കലായിട്ട് നമുക്ക് കിട്ടുന്ന പല സ്റ്റാർച്ചുകളൊക്കെ ഉണ്ട്. അതൊക്കെ മുക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ലിനൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ്. നമ്മളിത് ഇടുന്നത്, ഇപ്പോൾ എന്നോട് ഒരു കസ്റ്റമർ പറഞ്ഞത് 2 ഷർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലത്തേക്ക് അയാൾ സൂക്ഷിച്ച് വെക്കും. വല്ല കല്യാണ ആവശ്യങ്ങൾക്ക് മാത്രമേ ഇടാറുണ്ടായുള്ളൂ. കാരണം വലിയ വിലയാണല്ലോ. പക്ഷേ ക്വാളിറ്റി ലിനൻ ആരംഭിച്ചതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം വില കുറച്ച് ലിനൻ നിങ്ങളുടെ അടുത്തുനിന്ന് ക്വാളിറ്റി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ പ്രത്യേകത സ്റ്റാർച്ച് നമുക്ക് വാഷ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാർച്ച് ചെയ്യണ്ട. ഇത് നമ്മൾ അയൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അയൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് സ്പ്രേ ചെയ്താൽ ഇതുണ്ടോ, ഈ സാധനം നമ്മൾ അയൺ ചെയ്യുമ്പോൾ സ്പ്രേ ചെയ്തിട്ട് അപ്പം തന്നെ അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റാർച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. നല്ല, ഇപ്പോൾ ഞാൻ വൈറ്റാണ് ഇട്ടേക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു 3-3.5 വർഷമായി വൈറ്റ്. വേണ്ട ടിനോപ്പാൽ നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഇത് ലേശം മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ്നസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഉൽപ്പന്നം നല്ല ഭംഗിയിലും ഒക്കെ കൊണ്ട് നടക്കണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എന്താണ് സോപ്പ് കല്ലിലിട്ട് അലക്കി വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ലേശം കളർ പോയെന്നുണ്ട്. ഈ ബ്ലാക്ക് കളറ്, ഡാർക്ക് കളറൊക്കെ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ലേശം കളർ പോകും കേട്ടോ, എന്ന് ഇത് നരച്ചൊന്നും പോകില്ല. അപ്പോൾ അദ്ദേഹം ധരിച്ചത് ഇത് നരച്ചു പോകുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു ബാർ സോപ്പിലൊക്കെ തന്നെ കഴുകരുത്, പക്ഷെ അതറിയില്ല. അപ്പോൾ അത് ഞാനൊന്ന് സൂചിപ്പിച്ചുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ക്വാളിറ്റി ലിനൻ എന്താ പറയുക, കന്നിമാസമാണ്. പൊതുവേ കച്ചവടക്കാർക്ക് കച്ചവടം കുറവുള്ള മാസമാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴും ഓർഡറുകൾ കൊടുക്കാൻ പറ്റാത്ത അത്രത്തോളം 3-4 പേരുണ്ട് ഓൺലൈനിൽ. പിന്നെ ആളെ കൂട്ടിക്കഴിഞ്ഞാൽ സാലറിയും കാര്യങ്ങളും നമുക്ക് മുതലാവില്ല, ചെറിയൊരു ലാഭത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യക്കാർ സാധനങ്ങൾ ഓർഡർ ചെയ്യുക. വാട്സപ്പിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം അയച്ചു തരും. ഓൺലൈനായിട്ടും ഓഫ്ലൈൻ കളമശ്ശേരിയിലാണ് ഷോപ്പ്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ കാര്യങ്ങളും കളമശ്ശേരി അപ്പോളോ ടൈൽസിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കേ.